ദില്ലി സ്ഫോടനക്കേസ് NIA ഏറ്റെടുത്തിട്ടുണ്ട്. സ്ഫോടനത്തിൽ ഇതുവരെ 7 പേർ കസ്റ്റഡിയിലായി, 9 പേർ മരിച്ചതായിട്ടാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം. പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചത് കശ്മീർ സ്വദേശിയായ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന സൂചന. അതേസമയം വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം അവസാനിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീർ പോലീസ് മേധാവിയും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമഗ്ര വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ അവിടെ നിന്നും ചേരുകയാണ്. വിഷ്ണു, ഈ സുരക്ഷാ വീഴ്ചയാണ് വളരെ പ്രധാനമായും ഇതിൽ ചർച്ചയാകുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? അജിംഷാദ്, ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് ഇപ്പോൾ അന്വേഷണം NIAക്ക് കൈമാറിയിട്ടുണ്ട്. NIAക്ക് അന്വേഷണം കൈമാറിക്കൊണ്ട് അല്പം മുന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഒരു ഉത്തരവ് പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് അമിത്ഷായുടെ നേതൃത്വത്തിൽ രാവിലെ 11 മണിക്ക് ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിൽ അന്വേഷണം NIAക്ക് കൈമാറി ഒരു ഉത്തരവ് വന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ 3 മണിയോടുകൂടി തന്നെ വീണ്ടും അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ഇന്ന് രാവിലെ ചേർന്ന യോഗത്തിൽ IB NIA തലവന്മാരും അതോടൊപ്പം തന്നെ ദില്ലി പോലീസ് കമ്മീഷണർ, ജമ്മു കാശ്മീർ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. എന്തായാലും അത്തരത്തിലൊരു യോഗത്തിന് ശേഷമാണ് 3 മണിയോടുകൂടി വീണ്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ഉന്നതതല യോഗം ചേരുന്നത്. ഇപ്പോൾ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ആ യോഗത്തിന് ശേഷം ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായേക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ വലിയ തോതിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. കാശ്മീർ, ഉത്തർപ്രദേശ്, ഡൽഹി ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇന്ന് ഇത്തരത്തിൽ ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒരു സൂയിസൈഡ് അറ്റാക്ക് എന്നതിലേക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും എത്തി നിൽക്കുന്നത്. ഈ കാറ് ഓടിച്ച ഉമർ എന്ന് പറയുന്ന വ്യക്തി ഡോക്ടറാണ്. ഈ ഉമർ കൊല്ലപ്പെട്ടു എന്നൊരു നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്തായാലും DNA പരിശോധനയിലൂടെ മാത്രമായിരിക്കും അതിലൊരു സ്ഥിരീകരണം ഉണ്ടാവുക. ഇപ്പോൾ കാശ്മീർ സ്വദേശിയാണ് ഡോക്ടർ മുഹമ്മദ് ഉമർ. ഈ ഉമറിൻ്റെ അമ്മയുടെ, മാതാവിൻ്റെയൊക്കെ DNA സാമ്പിൾ ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ DNA സാമ്പിളിങ്ങിലൂടെയായിരിക്കും ഉമർ കൊല്ലപ്പെട്ടു എന്നതിലേക്കൊരു സ്ഥിരീകരണം ഉണ്ടാവുക. എന്തായാലും വലിയ തോതിലുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ദില്ലിയുടെ അതിർത്തി സംസ്ഥാനങ്ങളെല്ലാം തന്നെ വലിയ തലത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇന്ന് ഇത്തരത്തിൽ ജമ്മു കാശ്മീർ പോലീസ്, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഉൾപ്പെടെ സംയുക്തമായി ഈ കശ്മീർ സ്വദേശിയാണ് എന്നതുകൊണ്ടാണോ കശ്മീരിലെ പോലീസ് മേധാവിയും ഈ യോഗത്തിൽ പങ്കെടുത്തത്? ഈ രണ്ടാമത്തെ ഉന്നതതല യോഗം, അതായത് ഇപ്പോൾ പൂർത്തിയായതല്ല, ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഉന്നതതല യോഗത്തിലും ഈ കശ്മീർ പോലീസ് മേധാവി ഉണ്ടോ വിഷ്ണു? അജിംഷാദ്, തീർച്ചയായിട്ടും കാശ്മീർ പോലീസ് മേധാവിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ ഒരു ടെറർ മൊഡ്യൂൾ ഫരീദാബാദ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ടെറർ മൊഡ്യൂൾ തന്നെയാണ് ഈ ദില്ലിയിലെ റെഡ് ഫോർട്ടിലെ, ചെങ്കോട്ടയിലെ കാർ ബ്ലാസ്റ്റിന് പിന്നിലെന്ന ഒരു സംശയത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാശ്മീർ പോലീസ് മേധാവിയും ഉന്നതതല യോഗത്തിലേക്ക് തന്നെ പങ്കെടുക്കുന്നത്. കാരണം കഴിഞ്ഞ ഒക്ടോബർ 27 മുതൽ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടക്കുകയും 4ഓളം ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരുടെ കയ്യിൽ നിന്നും വലിയ തോതിൽ സ്ഫോടക വസ്തുക്കളടക്കം പിടിച്ചെടുക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇത്തരത്തിൽ ഫരീദാബാദിൽ നിന്നാണ് ഡോക്ടറുടെ കയ്യിൽ നിന്നും വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുന്നു. അതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഒരു ബ്ലാസ്റ്റ് ചെങ്കോട്ടയ്ക്ക് സമീപം ഉണ്ടാകുന്നത്. അതൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. അതിൽ ആ കാറ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കാറ് നിലവിൽ കാശ്മീർ പുൽവാമ സ്വദേശിയുടെ പേരിലാണ്, താരിഖ് എന്ന് പറയുന്ന ആളുടെ പേരിലാണ് കാറുള്ളത് എന്നതിലേക്കടക്കം അന്വേഷണ സംഘം എത്തിച്ചേർന്നത്. അതിന് പിന്നാലെയാണ് വ്യാപകമായിട്ടുള്ള പരിശോധനകളടക്കം അന്വേഷണ സംഘം നടത്തിയത്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇവിടെ ഫരീദാബാദ്, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് അടക്കം ഒരു പരിശോധന നടത്തിയത്. കാശ്മീരിലും
വിവിധ മേഖലകളിൽ പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് കാശ്മീരിൽ നിന്ന് നിരവധി ആളുകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നതടക്കമുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അജിംഷാദ്, തീർച്ചയായും അതുപോലെ തന്നെ പാകിസ്ഥാനിലും ഇസ്ലാമാബാദിലും ഇത്തരത്തിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് എന്ന രീതിയിൽ അട്ടിമറി സാധ്യതകളൊക്കെ പറയുന്നത് ഇതേ സംബന്ധിച്ച് വ്യക്തതയായിട്ടില്ലെങ്കിൽ പോലും, അതായത് വിഷ്ണു തലവൂർ, ഇതിനകത്ത് പ്രധാനമായും കാണേണ്ട ഒരു കാര്യമുണ്ട്. കാരണം കഴിഞ്ഞ സ്ഫോടനത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ വൻ ആയുധശേഖരം പിടിച്ചെടുക്കുന്നു. കശ്മീരിലും ഫരീദാബാദിലുമൊക്കെ അന്വേഷണങ്ങളിൽ ലിങ്കെത്തുന്നു. എന്നിട്ടും മണിക്കൂറുകളോളം ഈ ചെങ്കോട്ടയിലെ തിരക്കാർന്ന റോഡിന് സൈഡിൽ പാർക്ക് ചെയ്ത് ഈ സ്ഫോടക വസ്തു നിറച്ച വാഹനം അത് കണ്ടെത്താനായില്ല, അതിലേക്ക് എത്തിക്കാനായില്ല എന്നൊക്കെയുള്ള സുരക്ഷാ വീഴ്ചകൾ വളരെ ഗൗരവമാണ്, അല്ലേ? അജിംഷാദ്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. വലിയ സുരക്ഷാ വീഴ്ചകളിലേക്കും ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ വലിയ തോതിലാണ് സ്ഫോടക വസ്തുക്കൾ കഴിഞ്ഞ ദിവസം പിടികൂടുന്നത്. അത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടുമ്പോൾ ഈ ഫരീദാബാദ് മൊഡ്യൂളിന് ജെയ്ഷെ മുഹമ്മദുമായിട്ട് ബന്ധമുണ്ട് എന്നതിനടക്കം കാര്യങ്ങൾ സൂചനകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ലഭിച്ചതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് ഫരീദാബാദിൽ നിന്നും ഇത്തരത്തിൽ മുഹമ്മദ് ഉമർ കാറുമായിട്ട് I-20 കാറാണ്. I-20 കാറുമായിട്ട് ദില്ലിയിലേക്ക് എത്തുന്നത്. ദില്ലിയിലേക്ക് എത്തിയതിനു ശേഷം ഇവിടെ ആ കാറിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 3 മണിക്കൂറോളം റെഡ് ഫോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കാറ് ഉണ്ടായിരുന്നു. അത് 3:19 ഇത്തരത്തിൽ കാറ് റെഡ് ഫോർട്ടിൻ്റെ ചെങ്കോട്ടയുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തുന്നത്. അവിടെ നിന്നും വൈകിട്ട് 6:48 കാറ് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായ ഒരു കാര്യമാണ്. അതൊക്കെ തന്നെയാണ് വലിയ ചോദ്യങ്ങളിലേക്കൊക്കെ തന്നെ, അതായത് സുരക്ഷാ വീഴ്ച അടക്കം സംബന്ധിച്ച ചോദ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഇതിനോടൊപ്പം തന്നെ പ്രതിപക്ഷമടക്കം വലിയ വിമർശനവുമായി രംഗത്ത് വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇന്നലെ വൈകിട്ട് 7 മണിയോട് കൂടിയായിരുന്നു ഇത്തരത്തിലൊരു വലിയ ഒരു രാജ്യ തലസ്ഥാനത്തെ പോലും വലിയ ആശങ്കയിലാക്കിയ ഒരു മണിക്കൂറുകളുടെ സ്ഫോടനം.